പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആര്? ഉത്തരം സി. കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമൻ. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതി അല്ലാത്തത് ഏത്? ഉത്തരം ഡി. പാഞ്ചാലി ശപഥം. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം? ഉത്തരം ബി. മുംബൈ. താഴെ പറയുന്നവയിൽ രാഷ്ട്രത്തിൻ്റെ നിർബന്ധിതമായ ചുമതല ഏത്? ഉത്തരം ഡി. അവകാശ സംരക്ഷണം. സതി എന്ന ശ്രദ്ധേയമായ ചിത്രം താഴെ പറയുന്നവയിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സി. നന്ദലാൽ ബോസ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഉത്തരം എ. വക്കം അബ്ദുൽ ഖാദർ മൗലവി. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? ഉത്തരം സി. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം? ഉത്തരം സി. ലൂ. മാരകരോഗമായ നിപ്പയ്ക്ക് കാരണം? ഉത്തരം ഡി. വൈറസ്. ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക. കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, വടക്ക് ഹിമാലയ പർവ്വതം. ഉത്തരം ബി. ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത്? ഉത്തരം എ. സമതലങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? ഉത്തരം ഡി. ഡക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത്? ഉത്തരം എ. ചാറിയ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക. വേലിയോർജം, ജൈവവാതകം, സൗരോർജം. ഉത്തരം സി. താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാം? ഉത്തരം ഡി. ഗോതമ്പ്, കടുക്, പുകയില, പഴവർഗ്ഗങ്ങൾ. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത്? ഉത്തരം ബി. പരുത്തി. കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം സി. കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യക്ക് 1-ാം സ്ഥാനമാണുള്ളത്. സമത്വ സമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആര്? ഉത്തരം എ. വൈകുണ്ഠസ്വാമികൾ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്? ഉത്തരം ഡി. 2023 ജൂലൈ 14. സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി? ഉത്തരം സി. 44. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി? ഉത്തരം എ. 42. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ? ഉത്തരം ഡി. രംഗനാഥ മിശ്ര. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്? 22 ജൂലൈ 1947. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം? ഉത്തരം ഡി. സത്യമേവ ജയതേ. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം? ഉത്തരം ബി. ആന. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം? ഉത്തരം സി. 2005. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം എ. പാർട്ട് 4A. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം? ഉത്തരം ഡി. 226. INA രൂപീകരിച്ചത് ആരായിരുന്നു? ഉത്തരം എ. സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആര്? ഉത്തരം എ. ലിട്ടൻ പ്രഭു.
വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാബായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു? ഉത്തരം ബി. ശാരദാ സദൻ. ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ ISRO രൂപീകൃതമായ വർഷം? ഉത്തരം ഡി. 1969. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ബി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം എടുത്തത് ഏതു കൃതിയിൽ നിന്ന്? ഉത്തരം എ. ആനന്ദമഠം. ആരുടെ ജന്മദിനമാണ് നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഡി. മൗലാന അബ്ദുൽ കലാം ആസാദ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗമല്ലാത്തത് ആര്? ഉത്തരം സി. VP മേനോൻ. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തം ആയി ആവിഷ്കരിച്ചത് ആര്? ഉത്തരം സി. ദാദാഭായ് നവറോജി. കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നതാര്? ഉത്തരം ബി. VO ചിദംബരം പിള്ള. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല? ഉത്തരം ബി. ഇടുക്കി. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ? ഉത്തരം സി. PJ ആൻ്റണി. ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത? ഉത്തരം ഡി. MD വത്സമ്മ. പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? ഉത്തരം ബി. കുന്തിപ്പുഴ. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടയ്ക്കൽ ഗുഹകൾ ഏതു കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളാണ്? ഉത്തരം സി. നവീന ശിലായുഗം. ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല? ഉത്തരം എ. കണ്ണൂർ. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏത്? ഉത്തരം ഡി. 1984. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏതു ജില്ലയിലാണ്? വയനാട്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ഏത്? ഉത്തരം സി. കഞ്ചിക്കോട് കാറ്റാടിപ്പാടം. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത്? ഉത്തരം ഡി. ഷൊർണൂർ. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെൺനീച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചത് ആര്? ഉത്തരം ബി. വൈകുണ്ഠസ്വാമികൾ. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാടങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരുപ്പിക്കും. ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയത്? ഉത്തരം ഡി. അയ്യങ്കാളി. സവർണജാഥ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം എ. വൈക്കം സത്യാഗ്രഹം. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ഉത്തരം ബി. ചട്ടമ്പി സ്വാമികൾ. താഴെ തന്നിരിക്കുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേത് അല്ലാത്ത കൃതി ഏത്? ഉത്തരം സി. ജാതിക്കുമ്മി. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര്? ഉത്തരം എ. ഗൗരി പാർവതിബായി. പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവലാണ് കേരള സിംഹം. ഇത് രചിച്ചത് ആര്? ഉത്തരം ബി. സർദാർ KM പണിക്കർ. 1916 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു. ആരുടെ അധ്യക്ഷതയിൽ? ഉത്തരം ഡി. ആനി ബസന്റ്. പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം എ. കുമാരഗുരുദേവൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേയൊരു മലയാളിയായിരുന്നു? ഉത്തരം എ. ചേറ്റൂർ ശങ്കരൻ നായർ.